നമസ്കാരം. വേദിക്ക് അകത്തും പുറത്തുമിരിക്കുന്ന സംപൂജ്യരായ ഗുരുജനങ്ങളെ, ഏവർക്കും അറിയാവുന്നതുപോലെ 2014 പ്രവർത്തനം ആരംഭിച്ച ട്രാവൻകൂർ നാഷണൽ സ്കൂൾ അതിൻ്റെ വിജയകരമായ ജൈത്രയാത്രയിൽ സമ്പൂർണമായ 10 വർഷങ്ങൾ പിന്നിടുകയാണ്. ഔപചാരിക രീതിയിലും അസാധാരണവുമായ വിദ്യാഭ്യാസത്തിലൂടെ ട്രാവൻകൂർ നാഷണൽ സ്കൂൾ പിന്നിട്ട 10 വർഷങ്ങൾ ത്യാഗപൂർണമായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ നിശബ്ദ വിപ്ലവമാണ് ട്രാവൻകൂർ നാഷണൽ സ്കൂൾ. സ്കൂളിൻ്റെ സംഭാവന എത്ര വിലമതിക്കുന്നതാണെന്ന് പൊതുസമൂഹം തിരിച്ചറിയേണ്ട സമയം അനിവാര്യമായ സാഹചര്യത്തിലാണ് TNSൻ്റെ ചെയർമാനും ടാൽകോം ഫെസ്റ്റിൻ്റെ സഹകരണ പ്രസ്ഥാനമായ കേരള കലാസാഹിത്യ അക്കാദമിയുടെ ചെയർമാനും കൂടിയായ ശ്രീ പ്രജിൻ ബാബു അവർകൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം എന്നിവയുടെ ഫലമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് സംഘടിപ്പിച്ചത്. ടാൽകോം ഫെസ്റ്റിൽ പങ്കെടുക്കുവാൻ ഏകദേശം 50-ൽ പരം സ്കൂളുകൾ ഞങ്ങൾ നേരിട്ട് സന്ദർശിക്കുകയും ഈ ഫെസ്റ്റിവലിലേക്ക് ക്ഷണപത്രിക നൽകുകയും ചെയ്തു. പ്രതീക്ഷിച്ചതിലും വലിയ സ്വീകാര്യതയും അതിനേക്കാൾ വലിയ പങ്കാളിത്തവുമാണ് ടാൽകോം ഫെസ്റ്റിന് ഇന്ന് വരെ ലഭിച്ചത്. സരസ്വതി വിദ്യാലയം, ലയോള, ശാന്തിനികേതൻ, സർവോദയ, ജ്യോതി നിലയം, ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ, ക്രൈസ്റ്റ് നഗർ, കോട്ടൺ ഹിൽ, രാജാ കേശവദാസ് സ്കൂൾ, ഗുഡ് ഷെപ്പേർഡ്, കേന്ദ്രീയ വിദ്യാലയ, MGM സ്കൂൾ, ലക്കോ ചെമ്പക, കാർമൽ സ്കൂൾ, സെൻറ്റ് മേരീസ് സ്കൂൾ തുടങ്ങി ഒട്ടനവധി സ്കൂളുകൾ ഈ ടാൽകോം ഫെസ്റ്റിൽ പങ്കെടുത്തു എന്നുള്ളത് തികച്ചും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റു സ്കൂളുകളിലെ അധ്യാപകരും അവിടുത്തെ പഠിതാക്കളുടെ രക്ഷിതാക്കളും ഈ മത്സരത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ ഒരു വലിയ സമൂഹം തന്നെയാണ് ടാൽകോം ഫെസ്റ്റിനെ സമ്പൂർണ്ണ വിജയത്തിൽ എത്തിച്ചത്. ആ പ്രവൃത്തിയിൽ ട്രാവൻകൂർ നാഷണൽ സ്കൂൾ നിങ്ങൾ ഓരോരുത്തരോടും നന്ദിയുണ്ട്. ആ സഹകരണം നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. ഇതിനായി ആരംഭിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ പലരും അംഗമാണ്. ഇപ്പോൾ ഓരോ മൊബൈലിലും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. എന്നിരുന്നാലും ഈ ഗ്രൂപ്പ് നിലനിന്ന് പോരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വളരെ അത്യപൂർവമായ ഏകദേശം 30-ൽ പരം സ്കൂളുകളിലെ ടീച്ചർമാരും അവിടുത്തെ കുട്ടികളും ഈ ഗ്രൂപ്പിൽ നിലവിൽ അംഗമാണ്. ഞങ്ങളുടെ അപേക്ഷ നിങ്ങൾ സ്വീകരിക്കുമെന്ന് കരുതുന്നു. ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോകാതെ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന പരിപാടികൾ, നിങ്ങൾ കൊയ്തെടുത്തിട്ടുള്ള നേട്ടങ്ങൾ, നിങ്ങളുടെ പദ്ധതികൾ, നിങ്ങളുടെ പരിപാടികൾ ഈ ഗ്രൂപ്പിലൂടെ അറിയുകയും അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ സമ്പൂർണ്ണമായ സ്കൂളുകളുടെ ഒരു കോർഡിനേഷനായി ഈ ഗ്രൂപ്പ് ടാൽകോം ഫെസ്റ്റ് മാറട്ടെ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ടേം എക്സാംസ് പല സ്കൂളുകളിൽ നടന്നു വരുന്നു. അതുപോലെ സ്കൂളിനകത്തുള്ള ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻസും ഈ വേളയിലുണ്ടായിരുന്നു. അത് കാരണം ഒട്ടനവധി സ്കൂളുകൾക്ക് ഇതിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നറിയിച്ചു. അവർക്ക് കൃത്യമായ ഒരു വേദി ഞങ്ങൾ ഒരുക്കുന്നതാണ് എന്നും കൂടെ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നടന്ന മത്സരങ്ങൾ ഉൾപ്പെടെ എല്ലാ മത്സരങ്ങളുടെയും വിധി നിർണയം ഒട്ടേറെ വിഷമിപ്പിക്കുന്നതായിരുന്നു. കാരണം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതും അതേപോലെ തന്നെ മികച്ചതുമായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് നടന്ന പെയിൻറ്റിങ് കോമ്പറ്റീഷനും പെൻസിൽ ഡ്രോയിങ്ങും എല്ലാം ഇവിടുത്തെ കോളേജ് ഫൈൻ ആർട്സ് കോളേജിലെ അധ്യാപകർ വന്ന് വാല്യൂ ചെയ്തപ്പോൾ
അവർക്കുണ്ടായ ബുദ്ധിമുട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഒന്ന് വേണ്ടാന്ന് പറയുമ്പോൾ അടുത്തത് വേണമെന്ന് തോന്നും, ആ വേണമെന്ന് ഒന്ന് വേണ്ടാന്ന് തോന്നുമ്പോൾ വേണ്ടാത്തതിനെ വേണമെന്ന് തോന്നും. ഇങ്ങനെ വേണം വേണ്ട എന്ന രീതിയിൽ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടാണ് ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങളെയും വിജയികളെയും തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. ഓരോ പ്രകടനവും ടാൽകോം ഫെസ്റ്റിൻ്റെ മികവിനെ കൂട്ടുകയും അത് മനസ്സാ സ്വീകരിച്ച് വിജയിപ്പിച്ച ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും ഇവിടെ എത്തിച്ചേർന്ന അവിടങ്ങളിലെ സ്നേഹനിധികളായ എല്ലാ അധ്യാപകർക്കും ഒപ്പം ഭാവി വാഗ്ദാനങ്ങളായ പഠിതാക്കൾക്കും ട്രാവൻകൂർ നാഷണൽ സ്കൂളിൻ്റെ ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ഇനിയും കാണാമെന്ന പ്രതീക്ഷയിൽ നന്ദി, നമസ്കാരം. താങ്ക് യു. സ്നേഹപൂർവ്വം 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, ശരിക്കും പറഞ്ഞാൽ ലോകം മാതൃകയാക്കേണ്ട ഒരു സ്കൂളും അതിൻ്റെ ഭരണകർത്താക്കളും അതിൻ്റെ 10ാം വാർഷികവുമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ പലരുടെയും വീടുകളിൽ അല്ലെങ്കിൽ ബന്ധുവീടുകളിലൊക്കെ കുട്ടികൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പലവിധ ബുദ്ധിമുട്ടുകൾ ജനിക്കുന്നുണ്ട്. അതെല്ലാം പലപ്പോഴും പ്രോപ്പർലി നമ്മൾ ശരിയായി നോക്കാതെയും പലപ്പോഴും അവൻ്റെ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ യോഗം എന്ന് പറഞ്ഞ് തള്ളിക്കളയാനും അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുവാനോ ഒന്നും തയ്യാറാകുന്നില്ല എന്നുള്ള സത്യമാണ്. 2013-14 കാലഘട്ടങ്ങളിൽ പ്രജിനും സന്ധ്യയും കൂടി, അന്ന് ഞാൻ IMA പ്രസിഡൻ്റാണ്, ഇങ്ങനൊരു ആവശ്യവുമായി എന്നെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മറ്റൊരു സംഭവമാണ്. 2004-2005 ഞാൻ വളരെ പ്രശസ്തമായ ഒരു ഇൻഡോ US ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠനം ചെന്ന് കഴിഞ്ഞപ്പം അതിന് മുന്നിൽ ഒരു വലിയ കുഞ്ഞിൻ്റെ പടമുണ്ട്. ലിയോനാർഡ് ജൂനിയർ സ്റ്റാൻഫോർഡ് എന്ന 15 വയസ്സുകാരൻ്റെ പടം. സ്റ്റാൻഫോർഡ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് ലിയോനാർഡ് സ്റ്റാൻഫോർഡ് സീനിയറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും കൂടി, ഒരേ ഒരു മകനും കൂടി ഇറ്റലിയിൽ ഒരു യാത്ര പോയി. ഇറ്റലിയിൽ വെച്ച് കേവലം 15 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന കുഞ്ഞിന് ടൈഫോയിഡ് രോഗം ബാധിക്കുകയും അന്ന് ടൈഫോയിഡ് വ്യക്തമായ ചികിത്സ പലയിടത്തുമില്ല. ഇത് 1800-കളിലാണ്. കുഞ്ഞ് ഇറ്റലിയിൽ വെച്ച് മരിച്ചു. കുഞ്ഞ് ഇറ്റലിയിൽ വെച്ച് മരിച്ചു കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ശരീരവുമായി തിരിച്ചെത്തിയ ലിയോനാർഡ് പറഞ്ഞ വാചകം, ഇന്നു മുതൽ കാലിഫോർണിയയിലെ എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമുക്കിനി എന്തിന് വേറൊരു കുഞ്ഞ്. ആ ഒരു കൺസെപ്റ്റിൽ നിന്നുമാണ് ഏതാണ്ട് 8000 ഏക്കറിലായി വികസിച്ച് നിൽക്കുന്ന മിക്കവാറും എല്ലാ ശാസ്ത്ര സാഹിത്യ മേഖലകളിലും പഠന ഗവേഷണ സൗകര്യങ്ങളുള്ള സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു പിതാവിനും മാതാവിനും തങ്ങളുടെ മകന് നൽകാവുന്ന ഏറ്റവും വലിയ ഓർമ്മയായിരിക്കും ആ കെട്ടിടം. അവിടെ നിന്നും കോടിക്കണക്കിന് ആളുകൾ, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തികമായും സാമൂഹ്യമായും അക്കാദമികമായും ഏറ്റവും വലിയ ആൾക്കാർ പലരും സ്റ്റാൻഫോർഡിൻ്റെ സന്തതികളാണ്. അന്ന് ലിയോനാർഡ് സ്റ്റാൻഫോർഡ് സീനിയർ പറഞ്ഞതുപോലെ കാലിഫോർണിയയിലെ എല്ലാ കുഞ്ഞുങ്ങളും ഇന്ന് ലിയോനാർഡ് ജൂനിയർ സ്റ്റാൻഫോർഡിൻ്റെ സഹോദരങ്ങളോ കുഞ്ഞുങ്ങളോ ആണ്. ഞാൻ ശരിക്കും അന്ന് എൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പം എനിക്ക് തോന്നിയൊരു വികാരവും അതുതന്നെയാണ്. കാരണം പഠന വൈകല്യമുള്ള കുട്ടികളെ പലപ്പോഴും നമ്മൾ മാറ്റി ഞാൻ പലപ്പോഴും കാണുന്നത് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അതിനെ സമൂഹത്തിൽ നിന്ന് ഒളിച്ചു വെക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ മകന് ഈ പ്രശ്നമുണ്ട് എന്ന് ഉറക്കെ പറയുവാനും അതിൻ്റെ പേരിൽ മുമ്പോട്ട് പോകാനും തയ്യാറായ ആ ദമ്പതികളെ ഞാൻ വളരെ ശക്തമായി അന്ന് മാനസികമായി പിന്തുണച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലം ചോദിച്ചാൽ എൻ്റെ വന്ന് IMAയുടെ ഹോൾ വിട്ടുകൊടുക്കാൻ പറയുമ്പോൾ പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പലതും പ്രതീക്ഷിച്ചു. അത് മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ റിയാക്ഷൻ. ഒരു 10-60ഓളം പേരുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും 30,000 അംഗങ്ങളുള്ള ജനറൽ ബോഡിയുമുള്ള ഒരു സംഘടനയാണത്. അവിടേക്ക് എൻ്റെ മാത്രം ഇഷ്ടത്തിന് എനിക്കും ഡോക്ടർ ഈത്തൻ കുമാർ, ഡോക്ടർ സുൽഫി എന്ന് പറയുന്ന 3 പേർക്ക് മാത്രം പരിചയമുള്ള പ്രജനെ പരിചയപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വിമർശനങ്ങളും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ
വളരെ സന്തോഷമെന്ന് പറയട്ടെ, അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ല എന്ന് മാത്രമല്ല എല്ലാവരും വളരെ സന്തോഷപൂർവ്വം അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ കോവിഡ് കാലം ഒഴിച്ച് എല്ലാ ഇതിൻ്റെ മീറ്റിങ്ങുകളിലും പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാനല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഡോക്ടർ അനുപമ സ്ഥിരമായി ഈ ഏതെങ്കിലും വേദിയിലുണ്ടാവും. ഞങ്ങളുടെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആ കുടുംബത്തിൽ ഒന്നു ചേരുവാൻ, എല്ലാ പരിപാടികളിലും കുടുംബത്തിൽ ഒന്നു ചേരുവാനും ആ സ്കൂളിൻ്റെ പല ഭാഗങ്ങളിലും പങ്കുചേരുവാനും ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഏറ്റവും സന്തോഷമാണ്. ഇനിയും സന്ധ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തിയായ കാര്യം, ശക്തി പണം കൊണ്ട് മാത്രമല്ല, സമൂഹത്തിലുള്ള മാറ്റങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. അങ്ങനെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ദേശീയ ഗവൺമെൻറ്റും ഏഷ്യാനെറ്റും എല്ലാം ശക്തിയായ ഒരു യുവതി, ശക്തിയായ വ്യക്തി, ശക്തിയായ സ്ത്രീ എന്നുള്ള അവാർഡുകൾ നൽകി. അതിലുപരിയായിട്ട് ശക്തിയായ ഒരു ദമ്പതികളായി അല്ലെങ്കിൽ ഏറ്റവും ശക്തിയായ മനുഷ്യരായി മാറട്ടെ, ഒരു സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ അവർക്ക് സാധിച്ചു. അതിലവരെ വളരെയധികം അഭിനന്ദിക്കുന്നു. അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഞാനിവിടെ ഇരിക്കുമ്പം ഞാൻ പ്രതിയോട് സംസാരിക്കുകയായിരുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എത്രമാത്രം ഈ സ്കൂളിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്കൂൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. അവിടെ ഞാൻ പറഞ്ഞത്, സാമ്പത്തികമായി ബുദ്ധിമുട്ട് കൊണ്ട് പേരിൽ ഞങ്ങളാരെയും ഒഴിവാക്കുന്നില്ല. പക്ഷേ പല കുട്ടികളും സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇതിലിരിക്കുന്ന ഒരു വലിയ ഭാഗത്തിനും ഇത്തരം ഒരു ബുദ്ധിമുട്ടിൽ അഭിമുഖീകരിക്കാൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളെ സഹായിക്കേണ്ടതും സഹകരിക്കേണ്ടതും, സന്ധ്യ അവരുടെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞതുപോലെ ഓരോ കുഞ്ഞുങ്ങളും നമുക്ക് ചോദ്യചിഹ്നത്തെ അഭിമുഖീകരിക്കേണ്ടതും നമ്മുടെ പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോലിയുമാണ്, കർത്തവ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇവിടെ നിന്ന് തന്നെ ഞാൻ എൻ്റെ ഭാര്യയ്ക്കൊരു സന്ദേശം അയച്ചു. ഇങ്ങനെയൊരു കൺസെപ്റ്റുണ്ട്, നമ്മളും എന്തെങ്കിലും സഹായിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇപ്പോൾ സഹായം ചെയ്തിട്ടുണ്ട്, അതിനേക്കാൾ ഉപരിയായിട്ട് തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതിന് എൻ്റെ ഭാര്യ അപ്പം തന്നെ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വർഷം സാമ്പത്തിക ബുദ്ധിമുട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഞങ്ങളുടെ വക ഒരു സാമ്പത്തിക സഹായം ഇവിടെ വാഗ്ദാനം ചെയ്യുന്നു. അത് തീർച്ചയായിട്ടും അത് ആർക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനിക്കാനുള്ള അവകാശം സന്ധ്യയ്ക്കും പ്രജിനും അവരുടെ അധ്യാപകർക്കും വിട്ടു നൽകുന്നു. എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ കുറച്ചുകൂടി ഉറക്കെ പറയുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ ഇത്തരം പിന്തുണ നൽകുവാൻ കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരും. 11ാം വർഷത്തിൽ നമുക്കിത്തരം കൂടുതൽ വാഗ്ദാനങ്ങൾ ഈ സ്കൂളിലുണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടെ നിർത്തട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. നമസ്കാരം. താങ്ക് യു സർ. ഡോക്ടർ ശ്രീകുമാറിന് സ്നേഹോപഹാരം കൈമാറുന്നതിനായി ചെയർമാൻ ശ്രീ പ്രജിൻ ബാബു അവരെ ക്ഷണിക്കുന്നു. നമസ്കാരം. വേദിക്ക് അകത്തും പുറത്തുമിരിക്കുന്ന സംഭൂജരായ ഗുരുജനങ്ങളെ, ഏവർക്കും അറിയാവുന്നതുപോലെ 2014 പ്രവർത്തനം ആരംഭിച്ച ട്രാവൻകൂർ നാഷണൽ സ്കൂൾ അതിൻ്റെ വിജയകരമായ ജൈത്രയാത്രയിൽ സമ്പൂർണമായ 10 വർഷങ്ങൾ പിന്നിടുകയാണ്. ഔപചാരിക രീതിയിലും അസാധാരണവുമായ വിദ്യാഭ്യാസത്തിലൂടെ ട്രാവൻകൂർ നാഷണൽ സ്കൂൾ പിന്നിട്ട 10 വർഷങ്ങൾ ത്യാഗപൂർണമായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ നിശബ്ദ വിപ്ലവമാണ് ട്രാവൻകൂർ നാഷണൽ സ്കൂൾ. സ്കൂളിൻ്റെ സംഭാവന എത്ര വിലമതിക്കുന്നതാണെന്ന് പൊതുസമൂഹം തിരിച്ചറിയേണ്ട സമയം അനിവാര്യമായ സാഹചര്യത്തിലാണ് TNSൻ്റെ ചെയർമാനും ടാൽകോം ഫെസ്റ്റിൻ്റെ സഹകരണ പ്രസ്ഥാനമായ കേരള കലാസാഹിത്യ അക്കാദമിയുടെ ചെയർമാനും കൂടിയായ ശ്രീ പ്രജിൻ ബാബു അവർകൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം എന്നിവയുടെ ഫലമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് സംഘടിപ്പിച്ചത്.
ടാൽകോം ഫെസ്റ്റിൽ പങ്കെടുക്കുവാൻ ഏകദേശം 50-ൽ പരം സ്കൂളുകൾ ഞങ്ങൾ നേരിട്ട് സന്ദർശിക്കുകയും ഈ ഫെസ്റ്റിവലിലേക്ക് ക്ഷണപത്രിക നൽകുകയും ചെയ്തു. പ്രതീക്ഷിച്ചതിലും വലിയ സ്വീകാര്യതയും അതിനേക്കാൾ വലിയ പങ്കാളിത്തവുമാണ് ടാൽകോം ഫെസ്റ്റിന് ഇന്ന് വരെ ലഭിച്ചത്. സരസ്വതി വിദ്യാലയം, ലയോള, ശാന്തിനികേതൻ, സർവോദയ, ജ്യോതി നിലയം, ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ, ക്രൈസ്റ്റ് നഗർ, കോട്ടൺ ഹിൽ, രാജാ കേശവദാസ് സ്കൂൾ, ഗുഡ് ഷെപ്പേർഡ്, കേന്ദ്രീയ വിദ്യാലയ, NGM സ്കൂൾ, ലക്കോചെമ്പക, കാർമൽ സ്കൂൾ, സെൻറ്റ് മേരീസ് സ്കൂൾ തുടങ്ങി ഒട്ടനവധി സ്കൂളുകൾ ഈ ടാൽകോം ഫെസ്റ്റിൽ പങ്കെടുത്തു എന്നുള്ളത് തികച്ചും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടം തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റു സ്കൂളുകളിലെ അധ്യാപകരും അവിടുത്തെ പഠിതാക്കളുടെ രക്ഷിതാക്കളും ഈ മത്സരത്തിൽ പങ്കെടുക്കുകയും അങ്ങനെ ഒരു വലിയ സമൂഹം തന്നെയാണ് ടാൽകോം ഫെസ്റ്റിനെ സമ്പൂർണ്ണ വിജയത്തിൽ എത്തിച്ചത്. ആ പ്രവൃത്തിയിൽ ട്രാവൻകൂർ നാഷണൽ സ്കൂൾ നിങ്ങൾ ഓരോരുത്തരോടും നന്ദിയുണ്ട്. ആ സഹകരണം നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. ഇതിനായി ആരംഭിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ പലരും അംഗമാണ്. ഇപ്പോൾ ഓരോ മൊബൈലിലും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. എന്നിരുന്നാലും ഈ ഗ്രൂപ്പ് നിലനിന്ന് പോരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വളരെ അത്യപൂർവമായ ഏകദേശം 30-ൽ പരം സ്കൂളുകളിലെ ടീച്ചർമാരും അവിടുത്തെ കുട്ടികളും ഈ ഗ്രൂപ്പിൽ നിലവിൽ അംഗമാണ്. ഞങ്ങളുടെ അപേക്ഷ നിങ്ങൾ സ്വീകരിക്കുമെന്ന് കരുതുന്നു. ഈ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോകാതെ നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന പരിപാടികൾ, നിങ്ങൾ കൊയ്തെടുത്തിട്ടുള്ള നേട്ടങ്ങൾ, നിങ്ങളുടെ പദ്ധതികൾ, നിങ്ങളുടെ പരിപാടികൾ ഈ ഗ്രൂപ്പിലൂടെ അറിയുകയും അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ സമ്പൂർണ്ണമായ സ്കൂളുകളുടെ ഒരു കോർഡിനേഷനായി ഈ ഗ്രൂപ്പ് ടാൽകോം ഫെസ്റ്റ് മാറട്ടെ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ടേം എക്സാംസ് പല സ്കൂളുകളിൽ നടന്നു വരുന്നു. അതുപോലെ സ്കൂളിനകത്തുള്ള ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻസും ഈ വേളയിലുണ്ടായിരുന്നു. അത് കാരണം ഒട്ടനവധി സ്കൂളുകൾക്ക് ഇതിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നറിയിച്ചു. അവർക്ക് കൃത്യമായ ഒരു വേദി ഞങ്ങൾ ഒരുക്കുന്നതാണ് എന്നും കൂടെ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നടന്ന മത്സരങ്ങൾ ഉൾപ്പെടെ എല്ലാ മത്സരങ്ങളുടെയും വിധി നിർണയം ഒട്ടേറെ വിഷമിപ്പിക്കുന്നതായിരുന്നു. കാരണം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതും അതേപോലെ തന്നെ മികച്ചതുമായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് നടന്ന പെയിൻറ്റിങ് കോമ്പറ്റീഷനും പെൻസിൽ ഡ്രോയിങ്ങും എല്ലാം ഇവിടുത്തെ ഫൈൻ ആർട്സ് കോളേജിലെ അധ്യാപകർ വന്ന് വാല്യൂ ചെയ്തപ്പോൾ അവർക്കുണ്ടായ ബുദ്ധിമുട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഒന്ന് വേണ്ടെന്ന് പറയുമ്പോൾ അടുത്തത് വേണമെന്ന് തോന്നും. വേണമെന്ന് വേണ്ടാന്ന് തോന്നുമ്പോൾ വേണ്ടാത്തതിനെ വേണമെന്ന് തോന്നും. ഇങ്ങനെ വേണ്ട എന്ന രീതിയിൽ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടാണ് ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങളെയും വിജയികളെയും തിരഞ്ഞെടുത്തത് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. ഓരോ പ്രകടനവും ടാൽകോം ഫെസ്റ്റിൻ്റെ മികവിനെ കൂട്ടുകയും അത് മനസ്സാ സ്വീകരിച്ച് വിജയിപ്പിച്ച ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും ഇവിടെ എത്തിച്ചേർന്ന അവിടങ്ങളിലെ സ്നേഹനിധികളായ എല്ലാ അധ്യാപകർക്കും ഒപ്പം ഭാവി വാഗ്ദാനങ്ങളായ പഠിതാക്കൾക്കും ട്രാവൻകൂർ നാഷണൽ സ്കൂളിൻ്റെ ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ഇനിയും കാണാമെന്ന പ്രതീക്ഷയിൽ നന്ദി, നമസ്കാരം. താങ്ക് യു. സ്നേഹപൂർവ്വം 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, ശരിക്കും പറഞ്ഞാൽ ലോകം മാതൃകയാക്കേണ്ട ഒരു സ്കൂളും അതിൻ്റെ ഭരണകർത്താക്കളും അതിൻ്റെ 10ാം വാർഷികവുമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ പലരുടെയും വീടുകളിൽ അല്ലെങ്കിൽ ബന്ധുവീടുകളിലൊക്കെ കുട്ടികൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പലവിധ ബുദ്ധിമുട്ടുകൾ ജനിക്കുന്നുണ്ട്. അതെല്ലാം പലപ്പോഴും പ്രോപ്പർലി നമ്മൾ ശരിയായി നോക്കാതെയും പലപ്പോഴും അവൻ്റെ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ യോഗം എന്ന് പറഞ്ഞ് തള്ളിക്കളയാനും അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുവാനോ ഒന്നും തയ്യാറാകുന്നില്ല എന്നുള്ള സത്യമാണ്. 2013-14 കാലഘട്ടങ്ങളിൽ പ്രജിനും സന്ധ്യയും കൂടി
അന്ന് ഞാൻ IMA പ്രസിഡൻ്റാണ്. ഇങ്ങനൊരു ആവശ്യവുമായി എന്നെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മറ്റൊരു സംഭവമാണ്. 2004-2005 ഞാൻ ഇവിടെ പ്രശസ്തമായ ഒരു ഇൻഡോ-US ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പഠനം ചെന്ന് കഴിഞ്ഞപ്പം അതിന് മുന്നിൽ ഒരു വലിയ കുഞ്ഞിൻ്റെ പടമുണ്ട്. ലിയോനാർഡ് ജൂനിയർ സ്റ്റാൻഫോർഡ് എന്ന 15 വയസ്സുകാരൻ്റെ പടം. സ്റ്റാൻഫോർഡ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി തുടങ്ങിയത് ലിയോനാർഡ് സ്റ്റാൻഫോർഡ് സീനിയറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും കൂടി, ഒരേ ഒരു മകനും കൂടി ഇറ്റലിയിൽ ഒരു യാത്ര പോയി. ഇറ്റലിയിൽ വെച്ച് കേവലം 15 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന കുഞ്ഞിന് ടൈഫോയിഡ് രോഗം ബാധിക്കുകയും അന്ന് ടൈഫോയിഡ് രോഗത്തിന് വ്യക്തമായ ചികിത്സ പലയിടത്തുമില്ല. ഇത് 1800-കളിലാണ്. കുഞ്ഞ് ഇറ്റലിയിൽ വെച്ച് മരിച്ചു. കുഞ്ഞ് ഇറ്റലിയിൽ വെച്ച് മരിച്ചു കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ശരീരവുമായി തിരിച്ചെത്തിയ ലിയോനാർഡ് പറഞ്ഞ വാചകം, ഇന്നു മുതൽ കാലിഫോർണിയയിലെ എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമുക്കിനി എന്തിന് വേറൊരു കുഞ്ഞ്. ആ ഒരു കൺസെപ്റ്റിൽ നിന്നുമാണ് ഏതാണ്ട് 8000 ഏക്കറിലായി വികസിച്ച് നിൽക്കുന്ന മിക്കവാറും എല്ലാ ശാസ്ത്ര സാഹിത്യ മേഖലകളിലും പഠന ഗവേഷണ സൗകര്യങ്ങളുള്ള സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു പിതാവിനും മാതാവിനും തങ്ങളുടെ മകന് നൽകാവുന്ന ഏറ്റവും വലിയ ഓർമ്മയായിരിക്കും ആ കെട്ടിടം. അവിടെ നിന്നും കോടിക്കണക്കിന് ആളുകൾ, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തികമായും സാമൂഹ്യമായും അക്കാദമികമായും ഏറ്റവും വലിയ ആൾക്കാർ പലരും സ്റ്റാൻഫോർഡിൻ്റെ സന്തതികളാണ്. അന്ന് ലിയോനാർഡ് സ്റ്റാൻഫോർഡ് സീനിയർ പറഞ്ഞതുപോലെ കാലിഫോർണിയയിലെ എല്ലാ കുഞ്ഞുങ്ങളും ഇന്ന് ലിയോനാർഡ് ജൂനിയർ സ്റ്റാൻഫോർഡിൻ്റെ സഹോദരങ്ങളോ കുഞ്ഞുങ്ങളോ ആണ്. ഞാൻ ശരിക്കും അന്ന് എൻ്റെ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പം എനിക്ക് തോന്നിയൊരു വികാരവും അതുതന്നെയാണ്. കാരണം പഠന വഴിയിലേക്കുള്ള കുട്ടികളെ പലപ്പോഴും നമ്മൾ മാറ്റി നിർത്തി, ഞാൻ പലപ്പോഴും കാണുന്നത് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അതിനെ സമൂഹത്തിൽ നിന്ന് ഒളിച്ചു വെക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ മകന് ഈ പ്രശ്നമുണ്ട് എന്ന് ഉറക്കെ പറയുവാനും അതിൻ്റെ പേരിൽ മുമ്പോട്ട് പോകാനും തയ്യാറായ ആ ദമ്പതികളെ ഞാൻ വളരെ ശക്തമായി അന്ന് മാനസികമായി പിന്തുണച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലം ചോദിച്ചാൽ എൻ്റെ വന്ന് IMA ഹോൾ വിട്ടുകൊടുക്കാൻ പറയുമ്പോൾ പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പലതും പ്രതീക്ഷിച്ചു. അത് മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ റിയാക്ഷൻ. ഒരു 10-60ഓളം പേരുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും 30,000 അംഗങ്ങളുള്ള ജനറൽ ബോഡിയുമുള്ള ഒരു സംഘടനയാണത്. അവിടേക്ക് എൻ്റെ മാത്രം ഇഷ്ടത്തിന് എനിക്കും ഡോക്ടർ ഈത്തൻ കുമാർ, ഡോക്ടർ സുൽഫി എന്ന് പറയുന്ന മൂലവർക്ക് മാത്രം പരിചയമുള്ള പ്രജനെ പരിചയപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വിമർശനങ്ങളും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ വളരെ സന്തോഷമെന്ന് പറയട്ടെ, അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ല എന്ന് മാത്രമല്ല എല്ലാവരും വളരെ സന്തോഷപൂർവ്വം അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ കോവിഡ് കാലം ഒഴിച്ച് എല്ലാ ഇതിൻ്റെ മീറ്റിങ്ങുകളിലും പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാനല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഡോക്ടർ അനുപമ സ്ഥിരമായി ഈ ഏതെങ്കിലും വേദിയിലുണ്ടാവും. ഞങ്ങളുടെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആ കുടുംബത്തിൽ ഒന്നു ചേരുവാൻ, എല്ലാ പരിപാടികളിലും കുടുംബത്തിൽ ഒന്നു ചേരുവാനും ആ സ്കൂളിൻ്റെ പല ഭാഗങ്ങളിലും പങ്കുചേരുവാനും ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഏറ്റവും സന്തോഷമാണ്. ഇനിയും സന്ധ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തിയായ കാര്യം, ശക്തി പണം കൊണ്ട് മാത്രമല്ല, സമൂഹത്തിലുള്ള മാറ്റങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. അങ്ങനെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ദേശീയ ഗവൺമെൻറ്റും ഏഷ്യാനെറ്റും എല്ലാം ശക്തിയായ ഒരു യുവതി, ശക്തിയായ വ്യക്തി, ശക്തിയായ സ്ത്രീ എന്നുള്ള അവാർഡുകൾ നൽകി. അതിലുപരിയായിട്ട് ശക്തിയായ ഒരു ദമ്പതികളായി അല്ലെങ്കിൽ ഏറ്റവും ശക്തിയായ മനുഷ്യരായി മാറട്ടെ, ഒരു സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ അവർക്ക് സാധിച്ചു. അതിലവരെ വളരെയധികം അഭിനന്ദിക്കുന്നു. അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഞാനിവിടെ ഇരിക്കുമ്പം ഞാൻ പ്രതിയോട് സംസാരിക്കുകയായിരുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എത്രമാത്രം ഈ സ്കൂളിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്കൂൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. പറഞ്ഞത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് കൊണ്ട പേരിൽ ഞങ്ങളാരെയും ഒഴിവാക്കുന്നില്ല. പക്ഷേ പല കുട്ടികളും സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്കറിയാം. നമ്മളിലിരിക്കുന്ന ഒരു വലിയ ഭാഗത്തിനും ഇത്തരം ഒരു ബുദ്ധിമുട്ടിൽ അഭിമുഖീകരിക്കാൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളെ സഹായിക്കേണ്ടതും സഹകരിക്കേണ്ടതും, സന്ധ്യ അവരുടെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞതുപോലെ ഓരോ കുഞ്ഞുങ്ങളും നമുക്ക് ചോദ്യചിഹ്നത്തെ അഭിമുഖീകരിക്കേണ്ടതും
നമ്മുടെ പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജോലിയുമാണ്, കർത്തവ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇവിടെ നിന്ന് തന്നെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു സന്ദേശം അയച്ചു. ഇങ്ങനെയൊരു കൺസെപ്റ്റുണ്ട്, നമ്മളും എന്തെങ്കിലും സഹായിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ഇപ്പോൾ സഹായം ചെയ്തിട്ടുണ്ട്, അതിനേക്കാൾ ഉപരിയായിട്ട് തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതിന് എൻ്റെ ഭാര്യ അപ്പം തന്നെ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വർഷം സാമ്പത്തിക ബുദ്ധിമുട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഞങ്ങളുടെ വക ഒരു സാമ്പത്തിക സഹായം ഇവിടെ വാഗ്ദാനം ചെയ്യുന്നു. അത് തീർച്ചയായിട്ടും അത് ആർക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനിക്കാനുള്ള അവകാശം സന്ധ്യയ്ക്കും പ്രജിനും അവരുടെ അധ്യാപകർക്കും വിട്ടു നൽകുന്നു. എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ കുറച്ചുകൂടി ഉറക്കെ പറയുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ ഇത്തരം പിന്തുണ നൽകുവാൻ കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരും. 11ാം വർഷത്തിൽ നമുക്കിത്തരം കൂടുതൽ വാഗ്ദാനങ്ങൾ ഈ സ്കൂളിലുണ്ടാകട്ടെ എന്ന ആഗ്രഹത്തോടെ നിർത്തട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. നമസ്കാരം. താങ്ക് യു സർ. ഡോക്ടർ ശ്രീകുമാറിന് സ്നേഹോപഹാരം കൈമാറുന്നതിനായി ചെയർമാൻ ശ്രീ പ്രജിൻ ബാബു അവറുകളെ ക്ഷണിക്കുന്നു.